ഒരു അറുതി വരണമെങ്കിൽ ഇനിയിപ്പോൾ ആരെങ്കിലും വരണമെങ്കിൽ ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്ന ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടണം. ഇല്ലാതെ ഇപ്പം തന്നെ കണ്ടില്ലേ വണ്ടികളൊക്കെ പോയത് കണ്ടില്ലേ. അല്ലാതെ ഇനിയിപ്പോൾ ഇത്ര നേരമായിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. തിരികളുടെ അവിടെ ഇങ്ങനെ പോകണം. അപ്പോൾ ഇവർക്കെല്ലാം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്നെക്കാട്ടി കൂടുതൽ അറിയാമെന്നുള്ള അമ്മയാണ് ഈ കിരത ചേട്ടാ ഇവിടെ ഉള്ളതാണ്. നമ്മളൊക്കെ നമുക്കൊന്നും പറയാനൊന്നും നോക്കില്ല. ഇനിയിപ്പം ഇവിടെ ആരെങ്കിലും ഒക്കെ ഇതാ കണ്ടോ ഇതാണ് അവസ്ഥ. ഇതാണ് അവസ്ഥ. 2 ദിവസം ആദ്യമാണ് കണ്ടല്ലോ. കാരണം പല ആൾക്കാർ കൊട്ടാരക്കര ഭാഗത്തൊക്കെ പോകുന്ന ആൾക്കാർ ദൂരെ നിന്നൊക്കെ വന്ന് അറിയാതെ വന്ന് കയറുന്നുണ്ട്. അവർ പല സൈഡ് വഴി വന്ന് കയറും. അല്ല ഇവരിപ്പോൾ അവിടെ ഒരു കമ്പെടുത്ത് പോകുന്നു. അതുകൊണ്ട് അടുത്ത വരുമ്പോഴേ കാണുള്ളൂ. ിലേക്ക് ഏവർക്കും സ്വാഗതം. സരിജ സ്റ്റീഫൻസനാണ് തിരുവനന്തപുരത്ത് നിന്നും. തിരുവനന്തപുരത്തിന്റെ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഇവിടെ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ഒരു അപകടം ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം. ആ ഒരു കാഴ്ചയാണ് പ്രേക്ഷകരെ നിങ്ങളിവിടെ കാണുന്നത്. ഇത് നാലാഞ്ചിറ നിന്നും മണ്ണന്തല പോകുമ്പോൾ അടുത്ത ജംഗ്ഷനോടനുബന്ധിച്ച് കോട്ടമുകൾ എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ കോട്ടമുകൾ എന്ന് പറയുന്ന ഈ സ്ഥലത്തിൽ ഈ പൈപ്പ് പൊട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് 1 മാസത്തിലേറെയായി. ഇതിനിടയിൽ നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിച്ചത് ഈ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചത് പ്രേക്ഷകർ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇത് കണ്ടോ, തട്ടിക്കൂട്ടിയുള്ളൊരു പരിപാടിയാണ് ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്. വീണ്ടും ഈ പൈപ്പ് പൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. വളരെ തിരക്കുള്ള റോഡാണ്, MC റോഡാണ്. അപ്പോൾ നാട്ടുകാരോട് തന്നെ നമുക്ക് അഭിപ്രായം ചോദിക്കാം. ഇവിടെ എപ്പോഴും ഇതല്ല, 5-6 വർഷം കൊണ്ടേ ഇങ്ങനെ പൊട്ടി കിടക്കുകയാണ്. വന്ന് മിനുക്കിയിട്ടങ്ങ് പോകും. ഇത്രേ ഉള്ളു. അപ്പുറത്തും പൊട്ടി കിടക്കുകയാണ്. അപ്പൊ ഇവിടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. എന്തായാലും അടുത്തായിട്ട് പോയി. ഇപ്പം അവർ ഇത്രയും നേരമായിട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിനു മുമ്പേ വന്ന് പൊട്ടിയ സമയത്തും ഇതേ കണക്ക് ഒരുപാട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും വന്ന് ചെയ്യുന്നത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വന്ന് അവർ അതാവുകൊണ്ട് അവരന്ന് ചെയ്ത് തട്ടിക്കൂട്ടി ചെയ്ത് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ ഗതി. ഇത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ രാത്രി സമയങ്ങളിലൊക്കെ. അപ്പോൾ ഇപ്പോൾ പകൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇത് ഒരു സിഗ്നൽ പോലും വച്ചിട്ടില്ല. അധികൃതരാരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പ്രേക്ഷകരെ ഇത് വ്യക്തമായിട്ട് കാണിക്കാം. ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ്. വളരെ വലിയൊരു എന്തോ നന്നാക്കിയതാണ്. വീണ്ടും പൊട്ടിയല്ലേ? സർക്കാരിനെ പറ്റിച്ചുകൊണ്ട് കരാർ തൊഴിലാളികളാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവരെല്ലാം തട്ടിക്കൂട്ട് പരിപാടിയാണ് ഇവിടെ നടത്തുന്നതെന്ന നാട്ടുകാരുടെ അഭിപ്രായം. നമുക്കിവിടെ കാണാം. വളരെ തിരക്കാണ്. എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. എന്നാലും ഗുരുതരമായ റോഡ് സുരക്ഷ, ജീവൻ സുരക്ഷ എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുമ്പോൾ പെറ്റിയടിക്കുന്ന സർക്കാരിനോട് തന്നെ ചോദിക്കുവാണ്. മനുഷ്യൻ്റെ ജീവന് വിലയില്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. ഇപ്പം നല്ല ചൂടുള്ള സമയമാണ്. ഈ പാഴായി ഒഴുകുന്നത് മുഴുവനും ശുദ്ധജലമാണ്, കുടിവെള്ളമാണ്.
കണ്ടോ ഇത്രയും ഭയങ്കരമായ കല്ലൊക്കെ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇത് കണ്ടോ പക്ഷേ സെയിം കാഴ്ച തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ വലിയ അപകടം ഉണ്ടാകുന്ന രീതിയിൽ എത്രയും വേഗം ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫൈറ്റർ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ജസ്റ്റി ഫംഗ്ഷൻ തിരുവനന്തപുരത്ത്.